നമസ്കാരം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ചാനൽ എന്ത് ചെയ്തു, റിമൂവായി. അങ്ങനെ ചാനൽ റിമൂവ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ ആകെ എൻ്റെ ചാനൽ ഞാൻ അപ്പീൽ കൊടുത്തു. പക്ഷെ ചാനലൊന്നും തിരിച്ച് നമുക്ക് കിട്ടിയില്ല. അവർ വെയിറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പക്ഷേ കുറേ ഇപ്പം ഏകദേശം ഒരു 4-5 ദിവസം കഴിഞ്ഞു. എനിക്കങ്ങനെ കിട്ടാതിരുന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എനിക്കൊരു വിഷമം വന്നു. എനിക്ക് 10,000 സബ്സ്ക്രൈബ് ഉണ്ടായിരുന്നു. ഏകദേശം 1,00,000 വ്യൂസിനടുത്തുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു ചാനലായിരുന്നു. അപ്പോൾ അത് പെട്ടെന്നൊന്ന് റിമൂവായി പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് വിഷമങ്ങളായി. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. ചാനൽ ടൈപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല, അതെന്താ ഞങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കാരണം ഞാൻ വീണ്ടും അഖില എൻ്റെ നയന എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി. അങ്ങനെ വീണ്ടും ഞാനൊരു ചാനൽ എനിക്ക് തുടങ്ങേണ്ടതായിട്ട് വന്നു. കാര്യം എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും, എൻ്റെ വ്യൂസും എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ഞാൻ ഇവിടം വരെ വന്നത്. കാര്യം ഞാൻ ഓരോ പിക്ചർ ഇടുമ്പോഴും നമുക്കൊരു നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസമാണ് നമുക്കില്ലാതായിപ്പോയത്. അപ്പം പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സബ്സ്ക്രൈബറും ഇനി കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബറും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാനിങ്ങനൊരു ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എനിക്ക് അത്രത്തോളം എളുപ്പമാണ് സബ്സ്ക്രൈബറിനെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടു ഒക്കെയാണ് എനിക്ക് 10,000 സബ്സ്ക്രൈബുമായി. അതുപോലെ വാച്ചിങ് ടൈമും ഒക്കെ ഏകദേശം അടുത്ത് ഏതാണ്ട് 10-35 പരസ്യവും ഏകദേശം ഒരു മോണിറ്റൈസേഷൻ ആവറായി വന്നപ്പോഴത്തേക്കാണ് എൻ്റെ ചാനൽ റിമൂവ് ആയത്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് കാര്യം എനിക്കുണ്ടാകുന്ന കഴിവുകളെ ഞാൻ എനിക്ക് ചിത്രം വരയ്ക്കുന്നത്, ഞാൻ കുഞ്ഞുനാൾ മുതലേ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത് കാരണം ഞാൻ ഓരോ ചിത്രങ്ങൾ വരച്ചിടുകയും, അതുപോലെ തന്നെ എനിക്ക് ആസ്ട്രോളജിയോടും ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഹസ്തരേഖയും കാര്യങ്ങളും ഒക്കെ പറയും. ഇതുവരെയും പറഞ്ഞിട്ടുള്ളതിൽ 100% ഒരുപാട് പേർക്ക് ഫലമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ചാനൽ റിമൂവ് എന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ആ വ്യക്തിക്ക് ഭയങ്കര വിഷമമായിരിക്കും നിലവിലുള്ളത്. അപ്പം അതേപോലെ തന്നെ ആ ഘട്ടം ഞാൻ ഫേസ് ചെയ്ത് പോയി. ഇപ്പം ഇനിയിപ്പം ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാര്യം നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന് ചിലപ്പം നല്ലൊരു ഏറ്റവും നല്ലൊരു കാര്യത്തിനായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എൻ്റെ ഒരു ചാനലിൽ കൂടെ ഞാൻ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പിക്ചറുകൾ ഞാൻ വരച്ചിടുകയും ഒരുപാട് പേര് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു വ്യൂസായിരുന്നു. അപ്പോൾ ഇനി അവരെയൊക്കെ കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. എന്നാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വൈൻഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഹസ്തരേഖയും പിക്ചറുകളൊക്കെ വരച്ച് ഞാനിട്ട് നമുക്ക് മുന്നോട്ട് തന്നെ എൻ്റെ ചാനലിനെ കൊണ്ടുപോകാനാണ്. ഇനി എത്ര സബ്സ്ക്രൈബർ എവിടെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്ക് എന്നെ പഴയതുപോലെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്.